ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിൽക്കും. പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടുനിൽക്കുക. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. തൽക്കാലം ഒന്നിലേക്കുമില്ല. അല്ല, അതിപ്പോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ എനിക്ക് ആകെ ഒരു പ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആകെ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കള് വേണ്ടത്ര പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് നൽകിയില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞതാണ്. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോട്ടെ, അത് ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ പ്രചരണം നടത്തുന്ന, അതായത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രചരണത്തിൽ വിട്ടു എന്ന് പറയാമല്ലോ. അതെ അതെ. അപ്പൊ ഇത് എത്ര കാലത്തേക്ക് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം? പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോ ഞാൻ മാറി ഷാഫി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. മത്സരരംഗത്തില്ല. ഇനി മത്സരരംഗത്തില്ല.